മോണോക്രോമാറ്റിക് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്ന ലേസറിൽ നിന്നുള്ള ലൈറ്റിനെയാണ് നമ്മൾ ഈ സ്ലിറ്റിലേക്ക് പതിപ്പിക്കുന്നത്. ഈ ലേസർ ലൈറ്റ് രണ്ട് ഹോൾസിലേക്കും പതിക്കത്തക്ക രീതിയിൽ വൈഡായിരിക്കണം. രണ്ട് ഹോൾസിനെയും വളരെ അടുത്തായി ക്രമീകരിച്ചിരിക്കുന്നതിന് ഇത് ഒരു കാരണമാണ്. മറ്റൊരു കാരണം ഈ രണ്ട് സ്ലിറ്റുകൾ തമ്മിലുള്ള ദൂരം ഒരുപാട് കൂടുതലാവാൻ പാടില്ല. മറിച്ച് ലേസർ ലൈറ്റിന്റെ വേവ് ലെങ്തിന് ഏകദേശം സമാനമായിരിക്കണം എന്നുള്ളതുകൊണ്ടാണ്. വേവിനെ ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഇത് 1 ഡയമെൻഷനിൽ ചിത്രീകരിക്കാനാണ് സഹായിക്കുന്നത്. എന്നാൽ ഇവിടെ വേവ്സ് 2 ഡയമെൻഷനൽ ആയിട്ടായിരിക്കും വ്യാപിക്കുന്നത്. ഇത് കാരണത്താലാണ് നമ്മൾ ഈ രീതിയിൽ വരച്ചിരിക്കുന്നത്. ഈ മുഴുവൻ ലൈനും പീക്കിനെയാണ് പ്രതിനിധീകരിക്കുന്നത്. ഇവിടെ എല്ലായിടത്തും വേവിന്റെ പീക്ക് ആയിരിക്കും വരുന്നത്. അതുപോലെ എല്ലാ പോയിന്റിലും വേവിന്റെ പീക്ക് വരുന്ന ലൈൻസിനെയാണ് ഈ വരകൾ റെപ്രസെന്റ് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ മധ്യഭാഗത്തായി വേവിന്റെ വാലി ആയിരിക്കും വരുന്നത്. ഈ ഭാഗങ്ങൾ തടസ്സത്തിൽ തട്ടി തടയപ്പെടുകയാണ് ചെയ്യുന്നത്. ഈ ഭാഗങ്ങൾ മാത്രമായിരിക്കും ഇതിലൂടെ കടന്നു പോകുന്നത്. ലൈറ്റ് ഈ രീതിയിൽ സ്ട്രെയിറ്റ് ലൈനായി കടന്നുപോയി സ്ക്രീനിൽ ബ്രൈറ്റ് സ്പോട്ട് ഫോം ചെയ്യുകയല്ല ചെയ്യുന്നത്. മറിച്ച് ലൈറ്റ് വേവ്സ് ഒരു ദ്വാരത്തിലൂടെ കടന്നു പോകുമ്പോൾ അത് വ്യാപിക്കുകയാണ് ചെയ്യുന്നത്. വേവ്സ് ഇങ്ങനെ വ്യാപിക്കുന്ന ഈ പ്രതിഭാസത്തെയാണ് ഡിഫ്രാക്ഷൻ എന്ന് വിളിക്കുന്നത്. ഇവിടെ ഈ രണ്ട് വേവ്സും ഓവർലാപ്പ് ചെയ്യുന്നതായി നമുക്ക് കാണാം. അവ കൺസ്ട്രക്റ്റീവ്ലി ഓവർലാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബ്രൈറ്റ് സ്പോട്ട് ആയിരിക്കും ലഭിക്കുന്നത്. ഡിസ്ട്രക്റ്റീവ്ലി ഓവർലാപ്പ് ചെയ്യുകയാണെങ്കിൽ ഡാർക്ക് സ്പോട്ട് ആയിരിക്കും ലഭിക്കുന്നത്. താഴത്തെ ഹോളിൽ നിന്ന് നമുക്ക് ഈ രീതിയിലുള്ള സ്ഫെറിക്കൽ പാറ്റേൺ ആയിരിക്കും ലഭിക്കുന്നത്. അതുപോലെ ഈ ഹോളിൽ നിന്നും വേവ് ഈ രീതിയിലായിരിക്കും സ്പ്രെഡ് ആവുന്നത്. ഈ രണ്ടും ഓവർലാപ്പ് ചെയ്യുമ്പോൾ ഇങ്ങനെയായിരിക്കും വരുന്നത്. ഈ ലൈൻസ് പീക്കുകളെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഒരു പീക്ക് കൃത്യമായി മറ്റൊരു പീക്കിന് മുകളിലായി വരുമ്പോൾ അല്ലെങ്കിൽ ഒരു വാലി മറ്റൊന്നിന് മുകളിലായി വരുമ്പോൾ ഓരോ തവണയും വേവ്സ് കൃത്യമായി ഒരേ ഫേസിലായിരിക്കും വരുന്നത്. ഇവയെല്ലാം കൺസ്ട്രക്റ്റീവ് പോയിന്റ്സ് ആയിരിക്കും. ഇത് കാരണത്താൽ നമുക്കിവിടെ മധ്യഭാഗത്തായി ഒരു വലിയ ബ്രൈറ്റ് സ്പോട്ട് ലഭിക്കുന്നു. ഇത് കൺസ്ട്രക്റ്റീവ് ആയിരിക്കും. ഈ പോയിന്റുകളെല്ലാം കൺസ്ട്രക്റ്റീവ് പോയിന്റ്സ് ആയതിനാൽ ഇവിടെ നമുക്ക് ബ്രൈറ്റ് സ്പോട്ട് ലഭിക്കുന്നു. അതുപോലെ തന്നെ ആയിരിക്കും ഇവിടെയും നടക്കുന്നത്. എന്നാൽ ഇവിടെ ഈ വേവിന്റെ പീക്ക് ഈ രണ്ട് ഗ്രീൻ ലൈൻസിനും ഇടയിലായി വരുന്ന മറ്റൊരു വേവിന്റെ വാല്യൂമായാണ് കൂടിച്ചേരുന്നത്. അതിനാൽ ഇത് ഒരു ഡിസ്ട്രക്റ്റീവ് പോയിന്റ് ആയിരിക്കും. ഇത് കാരണത്താൽ നമുക്കിവിടെ ഒരു ഡിസ്ട്രക്റ്റീവ് പോയിന്റ് ലഭിക്കുന്നു. അതുപോലെ ഇവിടെയും രണ്ട് പെർഫെക്റ്റ്ലി കൺസ്ട്രക്റ്റീവ് പോയിന്റ്സിന് ഇടയിലായി നമുക്ക് പെർഫെക്റ്റ്ലി ഡിസ്ട്രക്റ്റീവ് പോയിന്റ് ലഭിക്കുന്നു. ഇങ്ങനെ ഒരു പാറ്റേൺ ആയിരിക്കും നമുക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കുക. 2 ഡയമെൻഷനൽ വേവ് ഇന്റർഫെറൻസ് കാരണമാണ് ഇങ്ങനെ ലഭിക്കുന്നത്. കൺസ്ട്രക്റ്റീവ് ഇന്റർഫെറൻസ് നടക്കണമെങ്കിൽ രണ്ട് വേവുകൾ തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് ഈ രീതിയിലായിരിക്കണം വരേണ്ടത്. ഈ കേസിൽ രണ്ട് വേവ്സും ഒരേ ദൂരം ട്രാവൽ ചെയ്യുന്നതിനാൽ പാത്ത് ഡിഫറൻസ് 0 ആയിരിക്കും. ഇവിടെ ബോട്ടം ഹോളിൽ നിന്നുള്ള ഈ വേവ് ഇതിനേക്കാളും കൂടുതൽ ദൂരം ട്രാവൽ ചെയ്യുന്നുണ്ട്. ഇത് അടുത്ത ബ്രൈറ്റ് സ്പോട്ട് ആയതിനാൽ ഈ പാത്ത് ഡിഫറൻസ് ലാംഡ ആയിരിക്കും. ഡിസ്ട്രക്റ്റീവ് പോയിന്റ്സിന്റെ പാത്ത് ഡിഫറൻസ് ഇങ്ങനെയായിരിക്കും വരുന്നത്.